അതേസമയം സംഭവത്തിൽ മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുത്തു. അങ്ങനെ വരുന്ന വിവരങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. ഈ വിഷയത്തിൽ SITയുടെ അന്വേഷണ റിപ്പോർട്ട് 2-3 ദിവസത്തിനുള്ളിൽ നൽകുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കുറ്റകൃത്യം ചെയ്ത ഉദ്യോഗസ്ഥർ, മുഖ്യമന്ത്രിയുടെ ഗൺമാനും അതുപോലെ തന്നെ സന്ദീപ് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി സ്വാഭാവികമായി വരും. പക്ഷേ അതിനേക്കാൾ ഗുരുതരമായ ഒരു കാര്യമാണ് ക്രൈംബ്രാഞ്ച് DYSPയുടെ റിപ്പോർട്ട്. അത് വിളിച്ചു വരുത്തി ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അത് തിരുത്താൻ നിർബന്ധിക്കുകയും അത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥനെതിരെ കൂടിയുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത്. SIT ഉദ്യോഗസ്ഥരെ ഞങ്ങളെ വിളിച്ചു വരുത്തി ഞങ്ങളുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളെ ദൃശ്യങ്ങൾ കാണിച്ച് ആണ് മൊഴി രേഖപ്പെടുത്തിയേക്കുന്നത്. മുമ്പൊന്നും അങ്ങനൊരു ദൃശ്യങ്ങൾ നമ്മളെ വിളിച്ച് കാണിക്കുകയോ ഒന്നും ചെയ്തല്ല മൊഴി രേഖപ്പെടുത്തിയിരുന്നത്. അതിങ്ങനെ അതുപോലെ തന്നെ അവർ മറ്റ് ദൃശ്യങ്ങളും കളക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വളരെ ഒരു ആശ്വാസം നൽകുന്ന ഒരു വിവരമായിരുന്നു അത് കയറിയപ്പോൾ. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ഇവർ ഇത് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്, റിപ്പോർട്ട് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വളരെയേറെ പ്രതീക്ഷയുണ്ട്. അതുപോലെ ഞങ്ങളുടെ ആശങ്കകളും വളരെ കൃത്യമായി ഞങ്ങൾ അവരെ അറിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ നടത്തിയിട്ടുള്ള ഇടപെടലുകളെ പറ്റിയും ഒക്കെ ഞങ്ങൾക്ക് വളരെ ആശങ്കയുണ്ട്. ആ ഇടപെടലുകളും പറ്റി അവർ അന്വേഷിക്കുമെന്നും സുതാര്യമായ നീതിയുക്തമായ ഒരു അന്വേഷണം നടത്തി ഈ കേസ് പൂർത്തീകരിക്കും എന്നുള്ളതാണ് നമ്മൾ അറിയിച്ചത്.